വളരെ കുറച്ച് ഡയലോഗ് പറയാനാണ് ഇഷ്ടം അല്ലേ? പക്ഷെ ഡയലോഗ് പറയുന്നത് അല്ല ആക്ടിങ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എല്ലാം ഡയലോഗ് പറഞ്ഞു തീർക്കലല്ല. ഞാൻ ചോദിക്കട്ടെ അജു, ഗൂഢാലോചന എന്ന് പറഞ്ഞ ആ സിനിമയുടെ സെറ്റിൽ ഡയലോഗ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ല? അതിന് നായകൻ ധ്യാനാണ്. ധ്യാനാണ് അതിന്റെ റൈറ്റർ. അപ്പൊ ധ്യാൻ റൈറ്റർ ആയതുകൊണ്ട് തന്നെ നായകനായ അവന് കുറച്ച് ഡയലോഗ് എഴുതുള്ളൂ എപ്പോഴും. എനിക്ക് കുറച്ച് കൂടുതൽ എഴുതും. എന്തിനാ അത്? നമുക്കിട്ട് പണി തരാനോ? ഇത് ഒരേ മുഖത്തിലും അങ്ങനെ ആയിരുന്നു. അവന്റെ ഡയലോഗ് അവൻ എനിക്ക് തരും. അപ്പൊ എനിക്കും ഇത് പറയാൻ രക്ഷോട്ട് പോകട്ടെന്ന് വിചാരിച്ചാണോ? എന്തോ അവന് മടി കാരണമാണ്. അപ്പൊ ഞാനിത് ബാസിക്ക് കൊടുക്കാൻ നോക്കിയപ്പോ അവിടെ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ 8 ദിവസത്തേക്ക് വന്ന ഹരീഷ് കണാരനുണ്ട്. ഹരീഷ് ചേട്ടന് ഈ ഡയലോഗുകളുടെ ഒക്കെ ഹ്യൂമർ നമ്മളൊക്കെ അപ്പൊ ഇച്ചിരി ആക്ടിവിറ്റീസ് ആക്കും. ഡയലോഗ് പഠിച്ച് പറയാതെ ആക്ടിവിറ്റിയിൽ നമ്മൾ നിൽക്കും. എന്നിട്ട് ഇതൊക്കെ ഹരീഷ് ചേട്ടന്റെ തലയിൽ നമ്മൾ കൊണ്ടുവെക്കും. അങ്ങനെ 8 ദിവസം അതിൽ അഭിനയിക്കാൻ വന്ന ക്യാരക്ടറുകളെ വന്ന ഹരീഷ് ചേട്ടൻ 20 ദിവസം അഭിനയിച്ച ആ പടത്തിന്റെ നായകനായി മാറി. നമ്മൾ പോലും അറിഞ്ഞില്ല. ഇല്ല, നമ്മളാക്കി. കാര്യം ഒന്ന് പുള്ളി ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പോണ്ടേനിയസ് ഹ്യൂമർ അടിക്കുന്നതിൽ ഇത്രയും അസാധ്യം. ഇന്നത്തെ ന്യൂ കോമഡിയൻസില് ഹരീഷ് ചേട്ടനെ പോലെ ഒരു കണാരനാണ്. ഫ്രഷ് സാധനങ്ങൾ തരാൻ പുള്ളിക്ക് ഒരു അസാധ്യ ടാലന്റ് ആണ്. ഇപ്പൊ അതിൽ തന്നെ ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ അപേക്ഷിക്കുന്ന ഉടനെ എണീറ്റ് ഞങ്ങൾക്ക് ലോൺ തരണം എന്ന് പറഞ്ഞ അപേക്ഷയൊക്കെ പുള്ളിയുടെ സ്പോണ്ടേനിയസ് സാധനങ്ങളാ. നോക്കി നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 1.5 ലക്ഷം രൂപയുടെ ചോദ്യം, 50,000 രൂപയുടെ ചോദ്യം. ഓക്കെ, ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഒരു ഓട്ട മത്സരത്തിൽ രണ്ടാമത് ഓടുന്ന ഒരാളെ കുട്ടേട്ടൻ പിന്നിലാക്കിയാൽ കുട്ടേട്ടൻ എത്രാമതാകും? ഒരു ഓട്ട മത്സരത്തിൽ രണ്ടാമത് ഓടുന്ന ഒരാളെ കുട്ടേട്ടൻ പിന്നിലാക്കിയാൽ കുട്ടേട്ടന് രണ്ടാമതല്ലാവുള്ളൂ. അതെങ്ങനെയത് അജു? ആ ഉത്തരമേ ശരിയാണ്. ഞാനൊന്ന് വിചാരിച്ചേ രണ്ടാമത് ഓടുന്ന ആളെ കുട്ടേട്ടൻ പുറത്താക്കിയാൽ കുട്ടേട്ടൻ രണ്ടാമതാവും. ഭയങ്കര തലയാവട്ടോ. ഇതെങ്ങനെ കൊണ്ടു നടക്കുന്ന ഞാൻ ആരെയും ഒന്നും പറയണ്ടല്ലേ? ഓക്കെ, വേലി കൊള്ളിക്കരുത്, ഒരിക്കലും കൊള്ളിക്കരുത് കേട്ടോ. ശരിക്കും അപ്പൊ 1.5 ലക്ഷം രൂപ പോയി, 50,000 രൂപ കിട്ടിയിരിക്കുന്നു. നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുത്തു. അജുവിന് ബുദ്ധിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നിങ്ങൾ സിനിമ കണ്ടപ്പോ എന്തോ വിചാരിച്ചു? ഈ ബുദ്ധിയാണെന്ന് വിചാരിക്കണ്ട.